എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. 2027 പകുതിയോടെയാകും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഈ വർഷത്തെ രണ്ടാമത്തെ DA വർധനവ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ജനുവരി മുതൽ ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നുവെങ്കിലും ഇനിയും ഒരു വർഷം കൂടി കാത്തിരിക്കണമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 2027 പകുതിയോടെയാകും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. എന്നിരുന്നാലും അതുവരെ ജീവനക്കാർക്ക് ലഭിക്കാനുള്ള തുക കുടിശ്ശിക ഇനത്തിൽ ലഭിക്കും. അതേസമയം ശമ്പള പരിഷ്കരണം വൈകുന്നതിൽ നിരാശരായ ജീവനക്കാർക്ക് ആശ്വാസമേകുന്ന മറ്റൊരു വാർത്ത കൂടെ പുറത്തുവരികയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ DA വർധനവ് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെമ്മോറാണ്ടം സമർപ്പണം പൂർത്തിയായതിന് പിന്നാലെയാണ് അടുത്തത് DA ആയിരിക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ എത്തുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വർഷത്തിൽ 2 തവണ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും പ്രഖ്യാപിക്കാറുണ്ട്. ജനുവരി 1 മുതലാണ് വർഷത്തിലെ ആദ്യ DA വർധനവ് പ്രാബല്യത്തിൽ വരുന്നത്. ഹോളി പ്രമാണിച്ച് മാർച്ച് മാസത്തിലായിരിക്കും കേന്ദ്ര മന്ത്രിസഭ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക. മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ കുടിശ്ശിക കൂടെ ജീവനക്കാർക്ക് ലഭിക്കും. വർഷത്തിലെ രണ്ടാമത്തെ DA വർധനവ് ജൂലൈ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സാധാരണയായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലെ ഉത്സവ സീസണിലാണ് ഉണ്ടാകാറുള്ളത്. ഇത് പ്രകാരം ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പുതിയ DA വർധനവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സെപ്റ്റംബറിൽ ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജൂൺ വരെയുള്ള അഖിലേന്ത്യാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വിവരങ്ങൾ അടിസ്ഥാനമാക്കി എത്ര ശതമാനം വർധനവ് നൽകണമെന്ന് സർക്കാർ തീരുമാനിക്കും. DA കണക്കാക്കുന്നതിനുള്ള അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക 2026 മാർച്ചിൽ 149.1 ആയിരുന്നത് 2026 ഏപ്രിലിൽ 149.9 ഉയർന്നിട്ടുണ്ട്. വ്യാവസായിക തൊഴിലാളികളുടെ ചില്ലറ പണപ്പെരുപ്പ നിരക്കും ഈ കാലയളവിൽ 4.27% നിന്ന് 4.46% ഉയർന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സെപ്റ്റംബറിൽ 3 മുതൽ 4% വരെ DA വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് ജീവനക്കാരുടെ പ്രതീക്ഷ. കഴിഞ്ഞ മാർച്ചിൽ 2% DA ആണ് വർദ്ധിപ്പിച്ചത്. ജനുവരി മുതൽ ഇതിന് പ്രാബല്യമുണ്ടായിരുന്നു. പുതിയ വർധനവോടെ DA 60% ഉയർന്നിരുന്നു. ഇതിൽ 3% വർധന കൂടെ വന്നാൽ 63%. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.